എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന അനിമിയുടെ എപ്പിസോഡ് 194 അതിനുമുമ്പ് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷുവായിട്ട് വലിയ ഓളമൊന്നുമില്ല അല്ലേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവരെല്ലാം പറ്റിച്ച് ഡിമോണി ഫ്ലെയിം എടുക്കാൻ നോക്കുന്ന ഹുൻമേഷങ്ങ് എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് അവസാനം ഷിയോൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ നിൽക്കെ ഷിയോനെ പിടിക്കാൻ വന്നപ്പോൾ ഷൗച്ചൻ എന്ന ആൻസിസ്റ്റർ ഇറങ്ങി സൈഡാക്കി കളഞ്ഞ് എൻ്റെ എപ്പിസോഡ് തന്നെ ഷൗച്ചൻ സൈഡാക്കി എന്ന് പറയാം. അതുകൊണ്ട് ഹുൻക്ലാനെ ഹുൻമു എന്ന ആളെ വരുത്തി അത് നിൽക്കെ അങ്ങോട്ട് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കി പിൽസ്പൊക്കോടെ ആൻസെസ്റ്റർ വന്നിരുന്നു. ഡിമോണി ഫ്ലെയിമിന്റെ പ്ലാൻ അതെല്ലാം കൺമുൻപിൽ തന്നെ ഇല്ലാതെയാക്കി. അങ്ങനെ നിൽക്കെ ഒരു അങ്ങേയറ്റ പ്രയോഗം ഉപയോഗിച്ചു. ഏൻഷ്യന്റ് ടൈമിൽ ഉപയോഗിച്ച റിഫൈൻഡ് എനിക്ക് അവർക്ക് നേരെ ഉപയോഗിച്ചു. അതിലവർക്കൊന്നും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് പണ്ടങ്ങ് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഡിമോണി ഫ്ലെയിമിന്റെ മാപ്പ് അതുവഴി ഷിയോന് കിട്ടിയത് ആ സെയിന്റിന്റെ സോളായിരുന്നു. അത് ഷിയോനോട് പറഞ്ഞ അവസാനം ആ സ്കില്ലും ബ്രാക്കൊക്കെ കിട്ടി നേർക്ക് നേരെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. കാണാത്തവരെ മസ്റ്റ് വാച്ച് എപ്പിസോഡാണ്. സോ ഇന്ന് കാണാൻ പോകുന്നത് 194 എപ്പിസോഡാണ്. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ പ്യുവലോട്ടസ് ഡീമൺ സെയിന്റ് വന്ന് നിൽക്കുകയാണ്. അവിടെ ഉള്ളവർക്ക് അറിയാം ഇതൊരു ക്ലോസ് ഡൗഡിയായ ഒരാളായിരുന്നു. ഷിയോന്റെ ആകർഷിക എന്താണ് നടന്നത് എന്ന് ഹുൻമ ചോദിക്കുന്നുണ്ട്. ക്ലോസ് ഡൗഡി എന്ന് വെച്ചാൽ ഹാഫ് സ്റ്റെപ്പ് ഡൗഡി. മാസ്റ്റർ പറയുന്നുണ്ട് അത് മാപ്പ് ഫ്രാഗ്രന്റ് അവൻ കളക്ട് ചെയ്ത ടൈമിൽ ഒരു ലൈറ്റ് പോലെ ഉള്ളത് ഉള്ളിലേക്ക് പോയിരുന്നു എന്നൊക്കെ. ഈ ഓണറിനകട്ടെ ടെൻഷൻ അത് ഷിയോന്റെ ബോഡി എടുക്കൂ എന്നൊക്കെ. പഗോഡ ആൻസെസ്റ്റർ എന്ന അങ്ങനെ ഉണ്ടാവില്ല. ആ സെയിന്റിന്റെ ഒരു ലക്ഷ്യം ആ ഡീമോണി ഫ്ലെയിം തന്നെയാണ്. ഡീമോണി ഫ്ലെയിം ആകട്ടെ നീ ഇത് എങ്ങനെ ജീവനോടെ അതിനാ സെയിന്റ് ആകട്ടെ 1000 വർഷമായിട്ട് നിന്റെ ദേഷ്യം ഒരു മാറ്റമില്ലല്ലോ. അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നിങ്ങളാണ് എന്നെ ഇത്ര വർഷമായിട്ട് സീൽ ചെയ്ത് ഇനി അതിന് പറ്റില്ല. ഹെവൻലി റിഫൈൻ ഇൻഫോർമേഷൻ ഉണ്ടാക്കിയ നീ തന്നെ ഇത് അറിയേ എന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മാസ്റ്ററിനോട് തന്നെ ഏതോ ഉണ്ടാക്കിയ മാസ്റ്ററിനോട് തന്നെയാണ് അത് ഉപയോഗിക്കാൻ പോണേന്ന്. ആ സെയിന്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആ സ്കില്ല് ആക്ടിവേറ്റ് ആയിട്ട് വന്നത് ഒറ്റ വാക്കിൽ അതെല്ലാം ഫ്രീസാക്കി കളഞ്ഞു. നിന്റെ വെറുതെ വിടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ ഇപ്പോഴത്തെ ദേഷ്യം പ്രതികാരം അത് പുറത്തു പോയ ഈ ലോകം തന്നെ നീ ഇല്ലാതാകും. അതെനിക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ടോട്ടലി ബ്രേക്ക് ആക്കുന്നു. ഇത് വെച്ച് എന്നെ തന്നെ ലൂക്കാക്കാൻ പറ്റുമെന്നാണോ? ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് ഞാൻ നിന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ഫോം അതെടുക്കുകയാണ്. അതിന്റെ എഫക്റ്റ് അവിടെ ഉള്ള ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ സെയിന്റ് ആ സ്പേസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരു സ്പേസ് തന്നെ ഓപ്പൺ ആക്കി കൊടുത്തു. ഈ ഡെമോണിക് ഫ്ലെയിം നിങ്ങൾക്ക് ആർക്കും തടയാൻ കഴിയില്ല. ഇവിടെ നിന്ന് അവർ കിട്ടിയ ചാൻസ് നോക്കി പോകുന്നു. യൂണർ എന്ന ഷിയോൻ കോൺഷ്യസിലുണ്ട്. അവനും എല്ലാം പറ്റും ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണ് എന്ന പോലെ ഗുനാൻഹായി കൊണ്ടുപോയി. പഗോഡ ആൻസിസ്റ്റർ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഷിയോനെ ആ സെയിന്റ് തന്നെ നോക്കും. അവരോട് നിന്ന് പോയി എതിർക്കാൻ നിൽക്കുന്ന ഷിയോന്റെ ബോഡിയിലെ സെയിന്റ് യൂണറിന് എന്ന മനസ്സ് അനുവദിക്കുന്നില്ല. അവിടെ നിന്ന് ഞാൻ ഷിയോന്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നു. അത് കേട്ട് ഗുനാൻഹായി എന്താണ് പറയുന്നത്? അവിടെ പോയ ഡെത്ത് ഉറപ്പാണ്. നിനക്ക് ഗു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അറിയില്ലേ? അത് കേട്ട് ഇത്രയും നാളെ ഫാമിലി റൂൾസ് ഞാൻ ഫോളോ ചെയ്തു. ഷിയോൻ അതിന് വേണ്ട ടൈമൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നു. അതോടൊപ്പം അച്ഛനോട് പറയും ഈ ഒരു തവണ ഞാൻ സെൽഫിഷ് ഡിസിഷൻ എടുത്തുവന്ന്. അങ്ങനെ അതിനുള്ളിലേക്ക് പോകുന്നു. അവിടെ ആക്കട്ടെ ആ ഡീമോണി ഫ്ലെയിമിനോട് നിന്നെ ഫസ്റ്റ് കണ്ട ടൈം ഒരു പാവമായ ഒരു ന്യൂബോൺ ബേബി ആയിരുന്നു. ഞാൻ നിനക്ക് ഇൻ്റലിജൻസ് തന്നു, ഹ്യൂമനിലേക്ക് തോട്ട് തന്നു. അത് കേട്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിനും വന്ന് ഇൻ്റർഫേസ് ചെയ്തു. ഐ മീൻ ഇൻസൈൻഡ് എന്നാൽ അതൊന്നും കേട്ടില്ല. അന്ന് ഞാൻ ഡെത്ത് സിറ്റുവേഷനിൽ വന്നപ്പോൾ നിന്റെ മെമ്മറി ഇറേസ് ചെയ്യാൻ ഒരുങ്ങി തരുന്നു. എന്നാൽ മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് സീൽ ചെയ്തു. എന്നിട്ടോ കാര്യം ഉണ്ടായില്ല. ഈ 1000 വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചാൻസ് നിനക്ക് തരുന്നില്ല എന്ന് ഇമോഷണലായിട്ടാണ് പറയുന്നത്. ആ ഏൻഷ്യന്റ് ഹെവൻലി റിഫൈൻ ഇൻഫോർമേഷൻ അത് ആക്ടിവേറ്റ് ആക്കി അതിൽ നിന്നൊരു സ്കില്ല് വന്ന് ആ ഫോമിനെ ഫുള്ളായിട്ട് ലോക്ക് ആക്കുന്നു. ഇത് സക്സസ് ആകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഡീമോണി ഫ്ലെയിം നോക്കി എന്നാൽ കഴിയുന്നില്ല. അവസാനം ആ ഡീമോണി ഫ്ലെയിമിന്റെ സോള് അതായത് ആ മെമ്മറീസ് ഇന്റലിജൻസ് എല്ലാം അടങ്ങിയ സോള് പുറത്തു വന്നു. എന്നെ തിരിച്ചു വിട്. മെമ്മറി ഇല്ലാതെ ഇന്റലിജൻസ് ഇല്ലാതെ എന്നെ ഇല്ലാതാക്കുവാണോ? സെയിന്റ് പോ, നിന്റെ നേച്ചറാണത്. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. ഇനി മുതൽ നിനക്ക് എൻ്റെ ലെഗസി ആയിട്ട് ഇൻഹർട്ടായിട്ട് ആകാം. നിന്നെ വെച്ചിരുന്ന സീല് അതിനെ റിലീസ് ചെയ്യാൻ പോവാണ്. അതായത് ഇതെവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കുന്നു. ആ ഡീമോണി ഫ്ലെയിമിനാകട്ടെ ട്രൂ ഫോമിലേക്ക് പോകാൻ പറ്റാത്ത ഈ മാസ്റ്റർ എന്നോട് ക്ഷമിക്കുകയും ഞാൻ ചേഞ്ച് ആകാം എന്ന് പറഞ്ഞ് കരഞ്ഞു കാല് പിടിക്കണം. അത് കേട്ട് ഷിയോ എന്നെ അവിടെ നിന്ന് താഴേക്കാക്കി. അവിടെ നോക്കിയ യൂണർ നീ പോയില്ലേ, ഇവിടെ ഡേഞ്ചറാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെ തന്നെ ഇനിയുള്ള സിറ്റുവേഷനിൽ കാണും. ഈ പെണ്ണ് എൻ്റെ കൂടെ നിൽക്കെന്ന് പറയുന്നതാണ്. സെയിന്റ് അതിനോട് എൻ്റെ ലൈഫിൽ ഒരു ഡിസിപ്പിളോ കുട്ടിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അലോണായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അങ്ങനെ നിൽക്കുകയാണ്. നീ മാത്രമാണ് എൻ്റെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരിയെങ്കിലും സന്തോഷം തന്നത് നിൻ്റെ കൂടെ മാത്രമാണ്. എന്നാൽ അവസാനം നീ എനിക്ക് തന്നതാകട്ടോ എനിക്ക് നേരെ തിരികെയാണ് ചെയ്തത്. എന്നാൽ എനിക്ക് നിന്നോട് ദേഷ്യമില്ല. അസ്
മാസ്റ്റർ ഡിസേബിൾ എന്ന ഒരു വേർതിരി പോലും ഞാൻ കാണിച്ചിട്ടില്ല. എന്നാൽ ഡീമോണി ഫ്ലെയിം ആകട്ടെ എനിക്കെന്നാ ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് കൊടുത്തു എന്നിട്ട് ചിരിക്കാണ്. ബട്ട് കാര്യമില്ലല്ലോ, ചെറിയൊരു സോള് മാത്രമല്ലേ. ഈ അപ്പിയറൻസ് അന്നത്തെ പോലെ തന്നെയായിരുന്നു. ലിറ്റിൽ ഡീമ നീ എൻ്റെ കൂടെ വാ, ഹെവനൻ്റെ അടുത്ത് നിന്നെ വാനിശാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഡീമോണി ഫ്ലെയിമിൻ്റെ സോള് അത് സങ്കടത്തോടെ ആണെങ്കിലും ഇല്ലാതാക്കുകയാണ്. കൂടെ ലാസ്റ്റ് റിമൈനിയായ ആ സോളും അതിൻ്റെ എഫക്റ്റ് ആകട്ടെ അവിടെ പ്രതിധ്വനിക്കുന്നു. അത് കണ്ടവിടെ ശിവയെ യൂണറിനെ കൊണ്ട് അവിടെ നിന്ന് ഓടി വരികയാണ്. അങ്ങനെ അതിനൊരു അവസാനമായി അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നോക്കിയേ എന്തോന്ന് മുകളിലേക്ക് പോകുന്നു. അവരെ നോക്കുമ്പോൾ യഥാർത്ഥ പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം അവരെ അത് കണ്ട് അതിശയിച്ചു. എന്നാൽ ഇത് മുൻപത്തെ പോലെ അല്ലല്ലോ എന്ന് ഇത് യൂണർ പറയുകയെ. കാരണം അതിന്റെ മെമ്മറീസ് ഇന്റലിജന്റ് എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിരുന്നു. ഇപ്പോൾ അതൊരു ന്യൂ ബോൺ ബേബിയാണ്. അതുമല്ല ആ ഫ്ലെയിമിന് ഇപ്പോൾ ഒരു ഓണറും ഇല്ല. അവർക്ക് പോകാനുള്ള വഴി ഇല്ലാതായി. എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയെ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റിഫൈൻ ചെയ്യണം. യൂണർ ടെൻഷനായി. അപ്പോഴാണ് പറയുന്നത് ഇതുകൊണ്ട് പുറത്തു പോയ ഒരുപാട് പേരാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരെ പറ്റിച്ച് ഗൂക്ലാനിൽ എത്തിച്ചാലോ പിന്നെ അവിടെയും പ്രശ്നമുണ്ടാകും. ഹുൻക്ലാന് സോൾഹാളൊക്കെ ഗൂക്ലാന് നേരെ പിന്നെ തിരികെ ഈ ഒരു കാരണം ഉപയോഗിക്കും. അതല്ല മറ്റു ക്ലാനുകളും. അതുപോലെ ഈ സെയിൻ്റ് ഉണ്ടാക്കിയ സ്പേസ് ആണ്. ആൾമോസ്റ്റ് ആർക്കും തന്നെ ഇതുവഴി വരാൻ കഴിയില്ല. എനിക്ക് പകുതി വർഷം അങ്ങനെ അവൻ സ്വയം സ്വസ്ഥായിട്ട് ഇവിടെ നിന്ന് റിഫൈൻ ചെയ്യുക. അങ്ങനെ ഒട്ടുമിക്ക പ്രശ്നവും ഇല്ലാതാകാം. യൂണർ ഓക്കെ. അതേസമയം വെളിയിലാകട്ടെ ഗുനാൻ ഹൈക്ക് ടെൻഷൻ കാലിറക്കുന്നില്ല. യൂണർ അങ്ങനെ കാണിക്കുമെന്ന് കരുതിയില്ല. പ്ലാന് പോയിട്ടിന് എന്ത് പറയാനാ. ചിന്നപ്പോ നിങ്ങൾ ടെൻഷൻ ആകണ്ട. യൂണർ കാണിച്ചത് ഈ ലോകം തിരിഞ്ഞിറങ്ങിയാലേ കാര്യമില്ല. അവൾ അതേ ചെയ്യോ. ഡെപ്യൂട്ടി ചീഫ് ഇപ്രാവശ്യം ലോസ് ആണല്ലോ ഉണ്ടായത്. ഗുക്ലാന് എന്താടാ 2 പിള്ളേരെ നിനക്ക് തമാശയായിട്ടാണ്. ഹുൻമോ അവിടെ നിന്ന് പോകുന്നു. അതോടൊപ്പം പറയുന്നുണ്ട് ഡീമോണി ഫ്ലെയിം കിട്ടുന്നത് ഫെയിലായി. ഹാൾ മാസ്റ്ററിന് മനസ്സിലായി കാണും. എന്നാൽ ഇനി ക്ലാൻ മാസ്റ്ററിനോട് എങ്ങനെ പറയുന്ന ആലോചിക്കുക. ഇവിടെ മുതൽ സ്കൈമാൻ ചാലൻസ് നന്നായിട്ട് പോവില്ല എന്ന് ഹുൻമേഷ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവര് പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ സിയാൻ വരുന്നു. അവളോട് ചോദിക്കേ ഇല്ല എനിക്ക് ആ സീൽ ചെയ്തത് കാരണം ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ പേടിക്കേണ്ട അവർക്കൊന്നും പറ്റിയില്ല. കാരണം എൻ്റെ ഡ്രാഗൺ സീൽ അതിന് ഒരു റിയാക്ഷനും ഇല്ല. അതിനർത്ഥം ഷേവൻ അവിടെ സേഫ് ആണെന്നാണ്. ഗുനാൻ ഹൈ ഇവിടെ നിങ്ങൾ നോക്കുമല്ലോ. ഞാൻ എൻ്റെ ക്ലാനിൽ പോയിട്ട് ഇൻഫോം ചെയ്യട്ടെ. അവർ ഉറപ്പായി ഉടനെ നമ്മളെ ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അയക്കാന്ന് പറയുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി. അതിനുശേഷം ഷേവൻ്റെ അവിടെ ആ ഡീമോണി ഫ്ലെയിം ഹോട്ട് ആൻഡ് ഐസ് ഫോർമേഷൻ സെറ്റാക്കി. ഇനിയങ് ഫോർമേഷൻ അത് വഴി കടുത്ത ഹീറ്റ് സപ്രസ് ചെയ്യാൻ കഴിയും. ശിവൻ അവളോട് എന്നെ റിഫൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു. അവൾ ഓക്കെ. പിന്നെ ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്തു. അതോടെ അത് സപ്രസ്സായി. അതേ സമയത്ത് മാസ്റ്റർ കൊടുത്ത ഇനിയങ് പില്ലും അതുകൂടി അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവൻ്റെ പ്യൂർ ഡൗഡി ബ്ലഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്യൂർഡാക്കി അത് വെച്ചു. അതിന് മാറ്റം വരാൻ തുടങ്ങി. അതിൻ്റെ സോഴ്സ് ഓഫ് ഫ്ലെയിം അത് പുറത്തു വന്നു. ശിവൻ അവസാനം അത് പിന്നെ അബ്സോർബ് ചെയ്യുകയാണ്. ഏതാണ് ടോപ്പ് 3 മോസ്റ്റ് പവർഫുള്ളായ ഹെവൻലി ഫ്ലെയിം. അത് കൺട്രോൾ ചെയ്യാൻ ഒട്ടും തന്നെ അവന് പറ്റുന്നില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് കാത്തിരുന്നത്. ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്ത് എന്ന് ഒന്ന് പിറയിലോട്ട് ആലോചിച്ചാൽ അവനാ മാപ്പ് കിട്ടുന്നത് മുതൽ ഇങ്ങോട്ട് വരുന്ന ജേണി അതല്ല ഇതിനു കൂടി വേണ്ടിയായിരുന്നു. ഫ്ലെയിം മന്ത്ര വെച്ച് അത് സ്മെൽറ്റ് ആക്കുകയാണ്. അവൻ്റെ നെറിഡിയൻസ് വഴി അവൻ ഫ്ലെയിം അത് പോകെ അതെല്ലാം ഡാമേജ് ആവുന്നുണ്ട്. അവനൊട്ടും തന്നെ പറ്റുന്നില്ല. അത് പൂർണ്ണമായ കൺട്രോളിൽ എത്തിക്കാൻ അവന് പറ്റുന്നില്ല. യൂണറും ടെൻഷനായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവ ഉറപ്പായും മരിക്കും. അങ്ങനെ വരാൻ സമ്മതിക്കില്ല. അതേപോലെ തന്നെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ബോധം പയ്യെ മറയുകയാണ്. എന്നാൽ പോകുന്നതിൻ്റെ അവസാന നിമിഷം അത് പറ്റിയില്ല. കാരണം യൂണർ നിർത്താൻ സമ്മതിച്ചില്ല. അവൾ വന്ന് അവളുടെ ഡോക്കി അത് കൊടുക്കുകയാണ്. അതുവഴി ഹീൽ ചെയ്യുന്നു. ഞാൻ നിൻ്റെ കൂടെ മുൻപ് പല സിറ്റുവേഷനിലും ഉണ്ടാകാൻ പറ്റിയില്ല. ഇനി മുതൽ അങ്ങനെ ആകില്ല. ഞാൻ എപ്പോഴും കൂടെ കാണും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവന് പിന്നെ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. പണ്ട് അവർ ഒരുമിച്ചുള്ളതും എല്ലാ മെമ്മറീസും അത് അവരുടെ മുൻപിലൂടെ പോകുന്നുണ്ട്. അവസാനം ബ്യൂട്ടിഫുള്ളായ റോസ പൂ അത് കാണിച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഒരുപാട് ഇമോഷൻസ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ഇത്. മെയിനായിട്ട് ഇത്രയൊക്കെ ഡീമോണി ഫ്ലെയിം ചെയ്തിട്ടും അവസാനം വരെ ആ ഡീമോണി ഫ്ലെയിമിനോട് ഒരുത്തര് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ആ സെയിൻറ്റ് തന്നെ പറയുന്നുണ്ട് ലൈഫ് ലോങ് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കൂടെ കിട്ടിയതാണ്. കൂടെ കിട്ടിയതുമല്ല കൂടെ കൂട്ടിയതും കൂടിയാണ്. ആ ഡീമോണി ഫ്ലെയിമിന് സ്വന്തം മകനെ പോലെ ഡിസബിളായിട്ട് എല്ലാം കണ്ടു. മെമ്മറീസ് ഹ്യൂമൻ ലൈക്ക് ഇൻ്റലിജൻറ്റ് വരെ കൊടുത്തു. എന്നിട്ട് അവസാനം തിരിച്ചു കിട്ടിയതാകട്ടെ ഡെത്തായിരുന്നു. ചിലത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ എഫേർട്ട് എടുത്തു കൊടുത്താലും ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ ഒരിത്തിരി പോലും വാല്യൂ കാണിക്കുന്നില്ലെങ്കിൽ എല്ലാം വേസ്റ്റ് തന്നെയാണ്. ഒന്നേ പറയുള്ളൂ, സിനിമയിൽ കാണിക്കുന്നത് പോലെ എല്ലാവരെയും സഹായിക്കുന്ന ഹീറോ ആകാൻ നോക്കാതെ സ്വന്തം കാര്യം നോക്കി പോവുക. കുറച്ചൊക്കെ ആകാം. എന്നാൽ നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് എന്തോരം ഹെൽപ്പ് ചെയ്ത് കയറുന്നോ അത്രത്തോളം പ്രശ്നം നമ്മുടെ ഉള്ളിലിട്ട് വന്നു കയറും. അതായത് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവരുടെ ലൈഫിലെ ഓരോ പ്രശ്നങ്ങളും നമ്മളുടേതാണെന്ന് കരുതി ചെയ്യാൻ നിന്നാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനായിരിക്കും. പിന്നെ ഉറക്കമില്ലാത്ത സമാധാനമില്ലാത്ത രാത്രികളായിരിക്കും. എനിക്കങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ പാർട്ട് തന്നെ സ്കിപ്പാക്കിയപ്പോൾ ടോട്ടലി മാറി സമാധാനമായി. അപ്പോൾ ഒരു അഡ്വൈസ് തരാം. 1000 പേരെ രക്ഷിക്കാൻ സ്വന്തം വിലപ്പെട്ട ജീവനായ ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ആ സ്വന്തം വിലപ്പെട്ട ജീവനെ സംരക്ഷിക്കാൻ നോക്കുക എന്നതാണ്. ജസ്റ്റ് ലൈക്ക് എ വില്ലൻ. എപ്പോഴും നല്ലതായിരിക്കില്ല കേട്ടോ.
അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത സൺഡേ വരുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.